ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നമുക്ക് ക്രിസ്മസ് കളക്ഷൻസിന്റെ ഞാൻ ഇത് 2-3 എണ്ണം ഇട്ടായിരുന്നു വീഡിയോ. അപ്പൊ എല്ലാവരും ചോദിച്ചു ഇതുപോലെ ഇപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്ന അടിപൊളിയായിട്ട് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ കളറിന്റെ ചെറിയൊരു ഇതുണ്ടാവും, എന്നാലും ഞാൻ എക്സാക്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്ന കളറായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം ഇത് റെഡിഷ് മെറൂൺ ആണ്, സൂപ്പർ കളറാണ്. ഇതുപോലെ ഇതിന്റെ ഈ ഒരു യോക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല കളറും ട്രാൻസ്പെറന്റ് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറന്റ് പോർഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. സ്ലീവ് കുറച്ചൊരു ഫ്രീ ആയിട്ട് ഒരു ലൂസ് ഫിറ്റില് ഒരു താഴോട്ടൊരു ബെൽ സ്ലീവ് ഇവിടെ വരേക്കും ഇങ്ങനെ നോർമൽ കൊടുത്തിട്ട് പിന്നെ ഒരു ബെൽ സ്ലീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ഇച്ചിരി ഫ്ലെയർ ആയിട്ട്. ഓക്കെ, എ ലൈൻ പാറ്റേൺ ആണ്, നല്ല അടിപൊളി, നമുക്ക് നല്ല കംഫർട്ട്, എല്ലാവർക്കും വേറെ ആയിട്ട് ഏത് ഏജ് ഗ്രൂപ്പിനും വേറെ ആവുന്നതാണ്. 48 ലെങ്ത് ആണ്. ബോട്ടം വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം വേറെ ആവുന്നതേ ഉള്ളൂ. അപ്പം 2 കളറിലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ യോക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെയാണ് അതിന്റെ യോക്ക് നമ്മൾ എന്താ പറയാ, നല്ല ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയായിട്ടോ, നമുക്ക് എന്താ പറയാ, നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആയിട്ട് വെയർ ചെയ്യാം. ബോട്ടം വേറെയാണ്, ഞാൻ ചെറിയൊരു ആംഗിൾ ലെങ്ത് ബോട്ടം ആണ് ഇതിനകത്ത് വേറെ ചെയ്തേക്കുന്നത്, കാരണം ബോട്ടം ലെങ്ത് ആയിട്ട് വരുന്നതോറും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് കളർ. ഇനി ഇതിന്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ അല്ലാട്ടോ, കുറച്ചും കൂടെ ഒരു നല്ലൊരു ഗ്രീൻ, ഒരു എന്താ പറയാ, കുറച്ച് ലൈറ്റ് ആയിട്ട് പീകോക്ക് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. ബോട്ടിൽ ഗ്രീൻ അല്ല, നല്ലൊരു ഷെയ്ഡാണ്. അതിനകത്തോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സെയിം തന്നെ വർക്ക് വെച്ചിട്ട് സെയിം തന്നെ ബീഡ്സിന്റെ കളർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സെയിം പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു കളറിലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് തന്നെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് ഒരു ബോട്ട് നെക്ക് പാറ്റേണിലോട്ട് ഗ്രീനിൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് ഈ ഒരു വർക്കാണ് ബോട്ട് നെക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ്. ഇതിന്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു ലൂപ്പും ഒരു ബട്ടണും വെച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോക്ക് പോസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് നോക്കണേ. അവൻ അതിന് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ട്. അപ്പൊ അതും കൂടെ ഞാനൊന്ന് വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഗ്രീൻ പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. വേറെ ഇത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ പാറ്റേൺ ഡിഫറെന്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ക്ലോസ് നെക്ക് ആണ്. എന്നിട്ട് ഫുള്ളി ഈ പോർഷൻ മൊത്തമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണ്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇത്രയും പോർഷൻ വന്നിട്ടുണ്ട്. ബക്കറ്റ് ഷേപ്പ് യോക്ക് സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ്. ഇതിന്റെയും സ്ലീവ് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് കൊടുത്തേക്കുന്ന കേട്ടോ, ഇങ്ങനെ ഒരു ഫ്രിൽസ് ഒക്കെ വെച്ചിട്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസിൽ ഞാൻ തന്നെ വേറെ എനിക്ക് ചേരില്ല എന്നാ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെയ്യൽ കുറവാണ്. പക്ഷെ എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തു. അപ്പൊ വലിയ കുഴപ്പമില്ല, ഞാൻ ഇട്ടിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു പാറ്റേൺ. പിന്നെ സെയിം തന്നെ ലെങ്ത് എല്ലാം 47 ആണ്, സെയിം ഹാൻഡ് വർക്ക് തന്നെ. ബാക്കിലോട്ട് ലൂപ്പും ബട്ടണും. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതുപോലെ സ്ലീവ് ചെറിയൊരു പഫ് വെച്ചിട്ട് എൻഡിലൊരു ബോർഡർ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു പടി വെച്ചിട്ട്. ഇതിന്റെ നെക്കും ഇതുപോലെ ക്ലോസ് നെക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബാക്കിൽ ഇതുപോലെ ഒരു ലൂപ്പും ബട്ടണും വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡ് വർക്ക് ഇതേപോലെ ചെറിയൊരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. അങ്ങനെ 3 പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.